ജോണങ്ങൾ എന്നാണ് ആദ്യമായിട്ട് ഭരതനാട്യമായിട്ടുള്ളൊരു അസോസിയേഷൻ തുടങ്ങുന്നത്? അതൊരു തിരക്കഥാകൃത്താകുന്നതിന് മുമ്പുണ്ടായ ഒരു സൗഹൃദമാണ്. അതൊരു ആരാണ് ആദ്യം പരിചയപ്പെടുത്തിയതെന്ന് കൃത്യമായിട്ട് ഭരതനും ഓർക്കുന്നില്ല, ഞാനും ഓർക്കുന്നില്ല. പക്ഷേ അത് 3 വ്യക്തികൾ 3 തവണയായി പരിചയപ്പെടുത്തിയായിരുന്നു ഞങ്ങളെ പരസ്പരം. അപ്പോൾ 3 തവണത്തെ പരിചയപ്പെടുത്തലും പരസ്പരം ഓർക്കുന്നുണ്ടെങ്കിലും ഓരോ തവണയും പുതുതായിട്ട് പരിചയപ്പെടുകയായിരുന്നു. ആ 3 വ്യക്തികൾ എന്ന് പറയുന്നതും ഞങ്ങൾക്കിടയിലുള്ള ബന്ധത്തിൻ്റെ ഒരു സ്വഭാവത്തെ സ്വാധീനിക്കുന്നതാണ്. ഒന്ന് ദേവരായ മാസ്റ്റർ, മറ്റൊന്ന് അരവിന്ദൻ, മൂന്നാമത്തത് കാനായി കുഞ്ഞിരാമൻ. ഭരതനൊരു ജന്മം കൊണ്ട് നിവർത്തിച്ച എല്ലാ മേഖലകളുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന വ്യക്തികളാണ് ഇവർ. അരവിന്ദൻ്റെ ഒരു ആത്മീയതലം, ദേവരായ മാസ്റ്റർ സംഗീതതലം, പിന്നെ ശില്പിയും ചിത്രകാരനുമായ കാനായിയുടെ വേറൊരു തലം. ഇത് 3ഉം ഭരതനിലുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെയായിരിക്കാം ചിലപ്പോൾ ഞങ്ങൾ തമ്മിൽ ചേരുന്നതിന് ഈ 3 പേര് നിമിത്തമായത്. അതെപ്പോഴും ഞങ്ങൾ തമ്മിൽ പരസ്പരം ഇങ്ങനെ ഇറക്കി ഓർക്കാറുണ്ടായിരുന്നു. ആ ഒരു അപ്പോൾ ഈ കാനയൊക്കെയായിട്ട് ജോണങ്ങൾ നേരത്തെ അടുപ്പുണ്ട്? വളരെ അടുപ്പമുണ്ടായിരുന്നു. ഇത് പറഞ്ഞപ്പോൾ ഒരു കാര്യം ഓർമ്മ വന്നത്, അന്ന് ജോൺ പോൾ ഓർക്കുന്നോന്ന് എനിക്കറിയില്ല, ഈ പൂ വേണം പൂപ്പട വേണം എന്നുള്ളത് നമ്മൾ കമ്പോസ് ചെയ്ത് ഇങ്ങനെ പാടിക്കൊണ്ടിരിക്കുമ്പോൾ ഞാൻ പറഞ്ഞ അയലത്തെ ഒരു മുറിയിൽ നിന്ന് അരവിന്ദൻ ഇറങ്ങി. അരവിന്ദൻ അവിടെ തലേന്ന് അവിടെ വന്നൊരു മുറിയെടുത്തു, തൊട്ടപ്പുറത്തെ മുറിയായിരുന്നു. അപ്പോൾ അരവിന്ദനോട് വന്ന് നമ്മളുടെ അവിടെ കൂടി അവിടെ ഇരുന്നു. എത്രയോ സമയം അരവിന്ദൻ മൗനിയാണല്ലോ, ഒന്നും മിണ്ടില്ല, അവിടെ വന്ന് ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പോൾ ഈ മൗനിയായ അരവിന്ദൻ തുറന്ന് സംസാരിക്കാറുണ്ടായിരുന്ന വളരെ ചുരുക്കം സാന്നിധ്യങ്ങളിലൊന്നായിരുന്നു ഭരതേട്ടൻ. എന്നിട്ട് അത്രയും നേരം ഇരുന്നു എന്നുള്ളത് തന്നെ ഇപ്പം എനിക്ക് മനസ്സിലായി. പാടുമായിരുന്നു, ആ പാട്ട് ആകർഷിച്ചു. പുറത്തിറങ്ങിയപ്പോൾ ഞാൻ ചോദിച്ചു, അപ്പം അരവിന്ദൻ ഞങ്ങളൊക്കെ ഒരേ കാലത്ത് പഠിച്ചിരുന്നവരാണ്, എന്നോട് സ്വാതന്ത്ര്യമുണ്ട്. അപ്പം പാട്ട് എൻ്റെ അടുത്ത് അതൊക്കെ പറഞ്ഞു, പാട്ട് മനസ്സിലായി. അതാണ് മാക്സിമം. തലയൊന്ന് നാട്ടിയുടെ പാട്ട് പാട്ട് നന്നായി. അങ്ങനെയാണ് പുള്ളിയുടെ ഒരു, അത് ഭരതൻ കൃത്യമായിട്ട് ഇമിറ്റേറ്റ് ചെയ്ത് കാണിക്കുകയും ഏറെക്കുറെ ഒരു ചായ ഉണ്ടായിരുന്നല്ലേ ഇവർക്ക് ഭരതേട്ടനൊക്കെ അല്ലേ? ഇവരുടെയൊക്കെ ഒരു സാത്വിക ഭാവമൊക്കെ താടി കുറച്ചുകൂടെ നീട്ടിയിരുന്നെങ്കിൽ രണ്ടും വേണമെങ്കിൽ മാറിപ്പോകാമായിരുന്നു. അല്ല, പക്ഷേ കഷണ്ടി ഇല്ല, അതൊരു അല്ല. പിന്നീട് ലോഹിദാസിനും അത് വന്നു തുടങ്ങി. ലോഹിദാസ് ശരിക്കും ഭരതേട്ടൻ്റെ അതേ രൂപമായിട്ട് മാറിയിട്ടുണ്ടായിരുന്നു. ഇത് നമ്മൾ പറഞ്ഞു വന്നോടത്ത് തന്നെ തുടങ്ങാം. അങ്ങനെയാണ് ഈ പരിചയം തുടങ്ങുന്നത് അല്ലേ ഭരതേട്ടനുമായിട്ട്? സിനിമ വർക്ക് ചെയ്തത് പിന്നീട് കുറേ. ചാമരമാണ് ഞങ്ങൾ വിളിച്ച് ആദ്യം വർക്ക് ചെയ്തത്. ഞാൻ ആദ്യമായിട്ട് എൻ്റെ ഒരു തിരക്കഥ സ്ക്രീനിലെത്തുന്നത് ഭരതൻ്റെ സംവിധാനത്തിലാണ്, ചാമരം. അതിനു മുമ്പേ ഞങ്ങൾ സുഹൃത്തുക്കളായിരുന്നു. ചിത്രകാരനായ ഭരതനെയാണ് ഞാൻ ആദ്യം പരിചയപ്പെടുന്നത്, പിന്നെ ശില്പിയായ ഭരതനെയാണ്, പിന്നെ ചലച്ചിത്രകാരനായ ഭരതനെയാണ്. ഇതിൻ്റെയൊക്കെ ഒരു എന്താ പറയുക, ഒരു തുടർച്ചയിലാണ് ഞങ്ങൾ തമ്മിലൊരു ചലച്ചിത്രപരമായ വീഴ്ച ഉണ്ടാകുന്നത്. ഭരതനെയും പല ചിത്രങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് പോസ്റ്ററുകളൊക്കെ വരയ്ക്കാൻ വേണ്ടി എറണാകുളത്ത് ഹോട്ടലിലൊക്കെ വന്ന് താമസിക്കുമ്പോൾ സായാഹ്നങ്ങളിൽ ഞാനിത് വരയ്ക്കുന്നത് കാണാൻ ഭയങ്കര ഭംഗിയാണ്. ഒരു 6 ഷീറ്റ് പോസ്റ്ററൊക്കെ അദ്ദേഹം വരയ്ക്കുന്ന 6 ഷീറ്റ് വലിപ്പത്തിലുള്ള കടലാസ് നിലത്ത് വിരിച്ചിട്ടിട്ട് കയ്യിലൊരു സിഗരറ്റ് ഇങ്ങനെ കത്തിച്ച് വെച്ചിട്ടുണ്ടാവും. അതിൻ്റെ ചാരം വന്ന് ഈ വിരൽ അവസാനം കലയിൽ വന്ന് വിരലുമ്പോൾ തൊടുന്നവരെ വലിക്കുന്നുണ്ടാവില്ല, പക്ഷെ അത് കത്തിച്ച് അവിടെ ഇരിക്കണം. അത് പുള്ളിയുടെ ബോഡിയുടെ ഒരു എക്സ്റ്റൻഷനാണ്. എന്നിട്ട് ഇങ്ങനെ കമന്ന് കിടന്നിട്ടൊരു വരയുണ്ട്. ഈ വരയ്ക്കുന്നത് പോലും പുള്ളി ഒരു സീൻ കിട്ടിക്കഴിഞ്ഞാൽ ഷോട്ട് എടുക്കുന്നത് ആദ്യത്തെ ഒരു ഷോട്ട് എവിടെയോ ഫിക്സ് ചെയ്തിട്ട് പിന്നെ അപ്പുറം ഇപ്പുറം ഇണക്കി ചേർക്കുന്നു എന്ന് പറയുന്ന പോലെ എവിടെയെങ്കിലും ഒരു ബിന്ദുവിൽ ബ്രഷ് തൊടും. പിന്നെ അതിൻ്റെ അപ്പുറം ഇപ്പുറം ഇങ്ങനെ വിതർന്ന് വരുന്നത് നമുക്ക് അസൂയോടെയും വിസ്മയത്തോടെയും കണ്ടിരിക്കാൻ പറ്റും. ഒരു ചാട്ടയ്ക്ക് മറ്റൊക്കെ ചിത്രം മൾട്ടി കളർ 6 ഷീറ്റ് പോസ്റ്റേഴ്സൊക്കെ ഒരു അരമണിക്കൂർ കൊണ്ടൊക്കെ പെയിൻറ്റിങ് പോലെ അദ്ദേഹം വരയ്ക്കുന്നത് കൊതിയോടെ നോക്കിയെന്ന് നമ്മൾ കണ്ടിട്ടുണ്ട്. പിന്നെ ഞങ്ങൾ ഒരുമിച്ച് നടക്കാൻ പോകുമായിരുന്നു. അപ്പോൾ ആ കാലഘട്ടത്തിൽ ഭരതൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന ആളാണ് ജോർജ് കിത്തു. ജോർജ് കിത്തു എൻ്റെ വളരെ അടുത്ത സഹോദരസ്ഥാനീയനായ സുഹൃത്താണ്. അപ്പോൾ ജോർജ് കിത്തുവും ഭരതനും ഞാനും കൂടെ ഇങ്ങനെ എറണാകുളത്തെ തെരുവുകളിലൂടെ നടന്ന് മരേസ് കോളേജിലെ കലാലയത്തിൻ്റെ അവിടുത്തെ ഈ ഒരു മുത്തശ്ശി മരങ്ങളുണ്ട്, അതിൻ്റെ ചുവട്ടിലൊക്കെ പുലരുവോളം ഇരുന്ന് ഇങ്ങനെ സിനിമയെക്കുറിച്ചുള്ള സ്വപ്നങ്ങൾ, സംഗീതത്തെക്കുറിച്ചുള്ള സ്വപ്നങ്ങൾ, ചിത്രകലയെക്കുറിച്ചുള്ള സ്വപ്നങ്ങളൊക്കെ പങ്കിടുമായിരുന്നു. അതിനിടയിൽ എപ്പോഴുമാണ് ഒരു നിർമ്മാതാവ് ഭരതനെ തേടി വരികയും പത്മരാജൻ അപ്പോൾ കണ്ടിന്യൂസ് ആയിട്ട് ചിത്രങ്ങളുടെ തിരക്കിലായതുകൊണ്ട് നമുക്ക് ആരെക്കൊണ്ട് എഴുതിക്കാമെന്ന് വന്നപ്പോൾ ഭരതൻ ആദ്യം പറഞ്ഞു, കിത്തു ആദ്യം പറഞ്ഞു എന്നറിയില്ല, എന്നെ സുഹൃത്തായിരുന്ന എന്നെ ഈ രംഗത്തേക്കൊന്ന് പിടിച്ചിറക്കാമെന്ന് പറയും. ഞങ്ങളൊരുമിച്ച് ഈ പറയുന്ന മുത്തശ്ശി മരത്തിൻ്റെ ചുവട്ടിൽ മലന്ന് കിടക്കുമ്പോഴാണ് ഭരതൻ പറഞ്ഞത്, എനിക്ക് കോളേജിൽ കൊതി തീരെ ഇടപഴകാൻ കഴിഞ്ഞിട്ടില്ല, ക്യാമ്പസ് എന്ന് പറയുന്നത് എനിക്ക് നഷ്ടപ്പെട്ടു പോയൊരു സൗഭാഗ്യമാണ്, എനിക്കൊരു ക്യാമ്പസിൻ്റെ കഥ പറയണം. അങ്ങനെ ഒരു ക്യാമ്പസിൻ്റെ കഥ പറയാൻ വേണ്ടി ഭരതൻ ആവശ്യപ്പെടുമ്പോൾ ക്യാമ്പസിൽ നിന്ന് പുറത്തിറങ്ങിയിട്ട് 5-6 വർഷങ്ങളെ ആയിട്ടുള്ളൂ ഞാൻ. അപ്പോൾ എൻ്റെ മനസ്സിലൊരു ക്യാമ്പസിൻ്റെ ഓർമ്മകളെന്ന് പറയുന്നത് ലൈവായിട്ട് നിൽക്കുകയാണ്. അപ്പോൾ ക്യാമ്പസിൽ എൻ്റെ കുറേ സഹപാഠികളുടെ ഞാൻ കണ്ട കുറേ നിമിഷങ്ങൾ ഇതാണ് ആദ്യം പറയുന്നത്. അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് അന്ന് പുലർച്ചയ്ക്ക് ഞങ്ങൾ പിരിയുമ്പോഴേക്കും ഒരു കഥയുടെ മേലാപ്പ് ഏകദേശം ഇണങ്ങി വന്നിരുന്നു. പിന്നെ അതിനാവശ്യമായ ഒരു സ്ട്രക്ചറൽ സ്റ്റോറിയാണ് അന്വേഷിച്ചത്. അത് ബാലകൃഷ്ണൻ മങ്കാടിൻ്റെ നോവലിൽ നിന്ന് കണ്ടെത്തിയാണ്. ഇങ്ങനെയാണ് ചാമരം എന്ന് പറയുന്ന സിനിമ പോലും ഉണ്ടാകുന്നത്. പലപ്പോഴും ഭരതൻ അങ്ങനെയാണ്, നാച്ചുറിൻ്റെ എന്തെങ്കിലും ഒരു അംശത്തെ എടുത്തിട്ട് അല്ലെങ്കിൽ എനിക്ക് ഇന്നതിൻ്റെ ഒരു കഥ പറയണം എന്ന് പറയുന്നൊരു മനസ്സുണ്ടായിരുന്നു ഭരതൻ.
എനിക്ക് തോന്നുന്നു നിറങ്ങളായിട്ടും സംഗീതമായിട്ടാണ് പുള്ളി ആദ്യം എന്തെങ്കിലും ഒന്ന് മനസ്സിൽ രജിസ്റ്റർ ചെയ്യുന്നത്. ഒരു ക്യാരക്ടർ പറഞ്ഞാൽ പോലും ആ ക്യാരക്ടറിൻ്റെ ഏതെങ്കിലും തരത്തിലുള്ള ഒരു കളറോ അല്ലെങ്കിൽ അതിൻ്റെ ഏതെങ്കിലും ഒരു നിഴലോ എന്തെങ്കിലും ആയിരിക്കും പുള്ളിയുടെ മനസ്സിൽ ആദ്യം എക്സ്പോസ് ആകും. അതിൽ നിന്ന് അതിൻ്റെ ചുറ്റും വളർത്തിയെടുക്കുകയാണ്. അതുപോലെ സിനിമയുടെ സ്ട്രക്ചറൽ ഡിസൈൻ വളർത്തിയെടുക്കുന്നതിൽ പോലും പുള്ളിയുടെ ചിത്രകാരനും പുള്ളിയുടെ മ്യൂസീഷ്യനും പുള്ളിയെ സ്വാധീനിച്ചിരുന്നു. അത് പുള്ളിയുടെ ചിത്രങ്ങളിലെ ഫ്രെയിമുകളിൽ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. അതുകൊണ്ടാണ് ലോറി പോലൊരു സിനിമ ഉണ്ടാകുന്നത്, അല്ലെങ്കിൽ കഥ നോക്കി നടക്കുന്ന നമ്മൾ ചിന്തിക്കും. തകരാന്ന് പറയുന്ന അവരൊറ്റ കഥാപാത്രം ചെറിയതാണ് പത്മരാജൻ. അതല്ലേ വാസുവേട്ടൻ്റെ പിന്നെ താഴ്വാരം. രണ്ട് താഴ്വാരമാണ് കഥാപാത്രം, കഥാനായകൻ, അത്രേ ഉള്ളൂ. അത് വെച്ചിട്ട് രണ്ടുപേര് അത് MT തന്നെ പറഞ്ഞിട്ടുണ്ട്. താഴ്വാരമാണ് ഇതിലെ കഥാപാത്രം, അധികം സംസാരിക്കില്ല കഥാപാത്രങ്ങൾ, 2-3 കഥാപാത്രങ്ങളെ ഉണ്ടാവും എന്ന് പറഞ്ഞപ്പോൾ ഒരു കൊച്ചുകുട്ടിയുടെ എക്സൈറ്റ്മെൻറ്റ് കൂടി ഭരതൻ ചാടി എഴുന്നേറ്റു എന്നാണ് പറയുന്നത്. പിന്നെ അതിലെ കഥയെക്കുറിച്ച് MT പറഞ്ഞു കൊടുക്കുന്ന സമയത്ത് ബീച്ച് ഹോട്ടലിൽ ഇരുന്നിട്ടാണ്, ബീച്ച് ഹോട്ടലല്ല സോറി കോഴിക്കോടുള്ള ഒരു വലിയ ഹോട്ടലിൽ ഇരുന്നിട്ടാണ് ഈ കഥ പറയുന്ന സമയത്തിൽ ഞാൻ അവിടെ ഇരുന്നുണ്ട്. അപ്പോൾ പുള്ളി പറയുന്നത് ഇങ്ങനെ അടിവാരത്തിൽ ബാലം വന്നിറങ്ങുമ്പോൾ ഒരു സന്ധ്യാസമയമാണ്. ഫസ്റ്റേടം വളരെ ചുണ്ട് കടിച്ച് പിടിച്ചിട്ട് വളരെ കുറച്ച് വാക്കുകളുണ്ട്. സന്ധ്യാസമയമാണ് അവിടെ, അങ്ങനെ ഇലക്ട്രിസിറ്റി ഒന്നും ഇല്ലല്ലോ. ഉടനെ ഭരതൻ ഭയങ്കര എക്സൈറ്റഡ്. ഇലക്ട്രിസിറ്റി ഒന്നും ഇല്ലയെന്ന് പറയുമ്പോൾ അവിടെ മുഴുവൻ റാന്തൽ വിളക്കുകളൊക്കെ തൂങ്ങിക്കിടന്ന് ഒരു അന്തിച്ചുവപ്പിൻ്റെ ഒരു യെല്ലോ ഗ്ലോ, മൊത്തം ഒരു മഞ്ഞ സ്വർണ്ണ നിറമായിരിക്കും അല്ലേ വാസുവേട്ടന്. അതുപോലെ കഥയുടെ വേറൊരു ഘട്ടത്തിൽ അന്ന് അടിയാളരുടെ കാവിലെ വേലയാണ്. അപ്പോൾ അന്ന് പുതുവസ്ത്രങ്ങളൊക്കെ ധരിച്ചിട്ട് ഈ അടിയാളർ മലയിറങ്ങി വരും. ഉടനെ ഭരതൻ പറഞ്ഞൊരു പച്ച പുതപ്പിൽ ഈ പഞ്ഞിത്തുണ്ടുകൾ ഇങ്ങനെ പറ്റിപ്പിടിച്ച് പറന്ന് വീണാൽ എങ്ങനെ ഇരിക്കും. മൊത്തം കളേഴ്സായിട്ടാണ് പുള്ളി കാണുന്നത്. പെയിൻറ്റിംഗ് ആയിട്ടോ സ്കൾപ്ചറായിട്ടാണ് നമ്മൾ കഥ പറയുമ്പോൾ പോലും പുള്ളി മനസ്സിലാക്കാൻ തീർച്ചയായിട്ടും അല്ല, അതിൻ്റെ കൂടെ ഒന്നും കൂടെ കൂട്ടിച്ചേർക്കാൻ എനിക്ക് തോന്നുന്നു. അതായത് ഈ നിറങ്ങൾ സ്വാധീനിക്കുന്നത് പോലെ തന്നെ നിറങ്ങളോടൊപ്പം കുറേ സ്വരങ്ങളും കൂടെ വരും. തീർച്ചയായിട്ടും സംഗീതവും ഉണ്ടായിരുന്നു. അല്ലെങ്കിൽ ഈ നിറങ്ങൾ സ്വരങ്ങളായിട്ടും സ്വരങ്ങൾ നിറങ്ങളായിട്ടും ഒക്കെ മാറി മാറി വരും. അതുകൂടെ ഭരതൻ്റെ സത്യത്തിൽ ഭരതൻ്റെ ചിത്രങ്ങളിൽ സംഭവിച്ചത് എന്താണെന്ന് വെച്ചാൽ ഒരു ശില്പിയും ഒരു ചിത്രകാരനും ഒരു സംവിധായകനും ഒരു സംഗീതകാരനും ഒരു എല്ലാം കൂടെ ഒന്നിക്കുന്നു എന്നുള്ളതാണ്. അത് ഓരോ ഫ്രെയിമിൽ നമുക്ക് കാണാൻ സാധിക്കും. അല്ലെങ്കിൽ ഞങ്ങൾ ഒന്നിച്ചു കൂടുന്ന വളരെ എന്താ പറയുക, ഒരുമിച്ച് കൂടി സിനിമയൊന്നും അല്ലാതെ പങ്കിട്ടുള്ള പല രാവുകളിലും പുള്ളിയുടെ ഏറ്റവും വലിയൊരു കൗതുകമാർന്ന വിനോദം എന്ന് പറയുന്നത് ഏതെങ്കിലും ഒരു പൂവിൻ്റെ പേര് പറഞ്ഞിട്ട് ആ പൂവിൻ്റെ പേര് വരുന്ന ഏതെല്ലാം കവിതകളുണ്ട്, ഏതെല്ലാം ഗാനങ്ങളുണ്ട്, അതിനിണങ്ങുന്ന രാഗങ്ങൾ എന്താണ്, അപ്പോൾ സംഗീതം, ആ കവിത, ഇതൊക്കെ ചേർത്തിട്ടുള്ള ഒരു തരം എന്താ പറയുക, നമ്മൾ ഈ പദപ്രശ്നങ്ങൾ ചെയ്യുന്നത് പോലെ എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്. എങ്കക്കാട് ഭരതൻ്റെ വീട്ടിൽ ദേവദാരു വളർന്നു നിൽക്കുന്ന ഒരു ചോലമരമുണ്ട്. അതിൻ്റെ ചുവട്ടിലൂടെ നടക്കുമ്പോൾ മുഴുവൻ ഈ ദേവദാരു എത്ര പാട്ടിൽ വന്നിട്ടുണ്ടെന്നറിയാമോ, എത്ര കവിതയിൽ വന്നിട്ടുണ്ട്. അത് അവിടെ നിപ്പിൽ നിന്ന് പാടുകയും രാത്രി 12 മണിക്ക് 2 മണിക്കൊക്കെ ഉള്ള കാര്യമാണ്. അപ്പോൾ ലളിതയൊക്കെ അവിടെ നിന്ന് വന്ന് കിടക്കാത്തതിന് വഴക്കൊക്കെ കൂടുന്ന സമയത്ത് നമ്മളെ പിടിച്ചെടുത്തിട്ട് പുള്ളി ദേവദാരു ഏതെല്ലാം കവിതയിൽ വന്നിട്ടുണ്ട്, ഏതെല്ലാം ഗാനങ്ങളിൽ വന്നിട്ടുണ്ട്. അതെ, ഹൈദരാലിയും പവിത്രനുമാണ് പിന്നെയുള്ള 2 രക്തസാക്ഷികൾ. അപ്പോൾ അതിന് ഹൈദരാലിയെ കൊണ്ടിരുത്തിയിട്ട് അതിൻ്റെ എല്ലാം രാഗം എന്താണെന്ന് വെച്ചാൽ രാഗം പാടണം. അങ്ങനെയുള്ളൊരു എന്താ പറയുക, പുള്ളിയെ സംബന്ധിച്ചിടത്തോളം സംഗീതവും നിറങ്ങളും ഘോഷിച്ച ജീവിതമായിരുന്നു എല്ലാ അർത്ഥത്തിലും. അങ്ങനെ ഒരാൾ അതിന് മുമ്പും ചൂണ്ടിക്കാട്ടാനില്ല, അതിന് ശേഷവും ചൂണ്ടിക്കാട്ടാനില്ല, റീപ്ലേസബിൾ അല്ല അത്. ഇപ്പോൾ പലപ്പോഴും പലയിടത്തും നമ്മൾ പറഞ്ഞു പോകുന്നൊരു കാര്യമുണ്ട്. ഇപ്പോൾ ഭരതൻ്റെ പടങ്ങളിൽ തുടക്കം മുതൽ ദേവരാമാഷ്, അതിന് മുമ്പ് MP ശ്രീനിവാസൻ, അത് ജോൺസനെയും ഔസേപ്പച്ചനെയൊക്കെ മലയാള സിനിമയ്ക്ക് കണ്ടെത്തി തരുന്നതിൽ ഭരതൻ്റേതായ വലിയ കോൺട്രിബ്യൂഷൻസ് ഉണ്ട്. അങ്ങനെ ഒരുപാട് പേര്, ഇളയരാജയും മറ്റേ ബോബെ രവി അടക്കമുള്ള ഒരുപാട് പേര് ഭരതനും MG രാധാകൃഷ്ണനൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിലും ആര് സംഗീത സംവിധാനം നിർവഹിച്ചു കഴിഞ്ഞാലും ഇപ്പോൾ ജോൺസൺ അടക്കമുള്ളവർക്ക് ഏറ്റു പറയാതെ വയ്യ, അവർ പാടുന്ന പാട്ടുകളിൽ, അവർ ഈണമിട്ട പാട്ടുകളിൽ ഭരതൻ്റെ ഹൃദയരാഗം ഉണ്ടായിരുന്നു. ഭരതൻ്റെ ഹൃദയത്തിലെ സംഗീതം എന്ന് പറയുന്നത് ഇവരുടെ ആത്മാവിലേക്ക് റേഡിയേറ്റ് ചെയ്തിറങ്ങി ഇവരിൽ നിന്ന് പുനർജനിച്ച് പുറത്തു വരുമായിരുന്നു. അത്തരത്തിലൊരു സംഗീത സംവിധായകനെ സ്വാധീനിക്കാൻ, അത് ആ തരത്തിലൊരു എന്താ പറയുക, മെസ്മറൈസ് ചെയ്തിട്ട് തൻ്റെ മനസ്സിൻ്റെ ഒരു താളച്ചിട്ടയിലേക്ക് അവരെ കൊണ്ടുവരാൻ അതൊരു അധികം സംവിധായകർക്ക് കഴിഞ്ഞിട്ടുള്ള സിദ്ധിയല്ല. അതൊരു വളരെ അപൂർവമായ സിദ്ധി തന്നെയായിരുന്നു. ആർട്ടിസ്റ്റുകളെ ഇവോക്ക് ചെയ്തെടുക്കുന്നില്ല. ആർട്ടിസ്റ്റുകളുടെ മനസ്സിൽ എത്ര റിജിഡായിട്ട് പെർഫോം ചെയ്യുന്ന ആർട്ടിസ്റ്റ് ആണെങ്കിലും വളരെ കംഫർട്ടബിൾ ആക്കിയിട്ട് അവരുടെ മനസ്സിൽ ടെൻഷൻ എടുത്ത് കളയുന്നത്, നീ ടെൻഷൻ പഠിക്കേണ്ട, അത് മുഴുവൻ ഞാൻ എടുത്തോളാം എന്ന് പറഞ്ഞിട്ട് ഒരു കളിമണ്ണ് കയ്യിൽ കിട്ടിയാൽ ഒരു ശില്പി അങ്ങനെ മോൾഡ് ചെയ്യുന്നു അതേ വിധത്തിൽ വളരെ കംഫർട്ടബിളായിട്ട്. ഇപ്പോൾ പ്രതാപോത്തനോട് ചോദിച്ചാൽ പറയും പ്രതാപോത്തന് വിശ്വാസമായിരുന്നില്ല പ്രതാപോത്തനൊരു നടനാക്കി ഭരതം മാറ്റുമെന്നുള്ള കാര്യത്തിൽ. പക്ഷേ ആദ്യത്തെ 3 ഷോട്ട് കഴിഞ്ഞപ്പോൾ പ്രതാപോത്തന് തോന്നി ഞാൻ കഴിഞ്ഞ ജന്മം മുതലേ ഒരു നടനായിരുന്നല്ലോ. ആ കോൺഫിഡൻസ് നടനുണ്ടാക്കി കൊടുക്കുക, നടനെ കംഫർട്ടബിൾ ആക്കി എടുക്കുക, എന്നിട്ട് തനിക്ക് ആവശ്യമുള്ളത് മാത്രം ആ അളവിൽ പകുത്ത് മാറ്റിയെടുക്കുക. ലളിത ചേച്ചിയോട് ചോദിച്ചാൽ ചേച്ചി സ്വകാര്യമായിട്ടൊക്കെ ഏറ്റു പറയും ഭരതൻ്റെ ഒരു സംവിധാനത്തെങ്കിലും അഭിനയിക്കാൻ വരുമ്പോൾ ഈ മനസ്സ് മൊത്തം കൂടെ തുറന്നു വിട്ടിട്ട് ഇനി എന്നെ എന്താണെന്ന് വെച്ചാൽ അയക്കോ എന്ന് പറയുന്ന രീതിയിൽ ടോട്ടൽ സബ്മിസീവ് ആക്കുന്ന
അതായത് ഒരു മാന്ത്രികൻ്റെ കയ്യിൽ ചെന്ന് പെടുന്ന ഒരു പ്രാവിനെ പോലെ ഏത് ആർട്ടിസ്റ്റിനെയും എത്ര കൊലകൊമ്പൻ ആർട്ടിസ്റ്റ് ഭരത് ഗോപിയൊക്കെ പുള്ളിയുടെ മുമ്പിൽ പുള്ളിയുടെ വിരൽത്തുമ്പുകൾക്കൊപ്പം നൃത്തം ചെയ്യിക്കുന്ന വിധത്തിൽ ചൂട് അങ്ങനെ ചൂട് വെക്കാൻ മാത്രം വിശ്വാസം ആർട്ടിസ്റ്റിൽ പുള്ളി ജനിപ്പിച്ചെടുത്തു. രേവതി പറയുമായിരുന്നു തേവർമാനിൻ്റെ ചേട്ടൻ കാണിച്ചു കൊടുത്ത അത്രയും രേവതിക്ക് വന്നിട്ടില്ല എന്ന്. ഇപ്പോൾ ഭരതേട്ടൻ കാണിച്ചു തന്നത് ആ ഇഞ്ചി എടുപ്പൊക്കെ പാട്ടിൻ്റെ മുമ്പുള്ള ആ സീനൊക്കെ കാത്തുതാൻ വരതെന്നൊക്കെ പറഞ്ഞിങ്ങനെ വിരളൊക്കെ വെച്ചിട്ട് കാണിച്ചു കൊടുത്തെന്നാണ് പറയുന്നത്. ഉർവശി എൻ്റെ അടുത്ത് ഒരിക്കൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഭരതേട്ടൻ്റെ സിനിമകളിൽ അഭിനയിച്ചിട്ടില്ല. നമുക്ക് ഭരതേട്ടനൊരു സീൻ വായിച്ചിട്ട് കാര്യം പറഞ്ഞു തന്നു കഴിഞ്ഞാൽ സാധാരണ ഇപ്പോൾ ഒരാൾ പറഞ്ഞാൽ നമുക്ക് ചിലർ പറയുന്നതിൻ്റെ ഒരു 20% നമ്മുടെ മനസ്സിൽ കയറുള്ളൂ, 80% എവിടെയോ പോകും. ഭരതേട്ടൻ്റെ സാധനം പറഞ്ഞാൽ 100% നമ്മുടെ മനസ്സിലേക്ക് അങ്ങ് തറയ്ക്കും. അതുപോലെ അതൊരു പ്രത്യേക പവർ ഉണ്ടല്ലോ ഭരതേട്ടൻ്റെ നോട്ടത്തിനും എല്ലാം ഉണ്ട്. അത് റേഡിയേറ്റ് ചെയ്യുമായിരുന്നു. പുള്ളിയുടെ ഉള്ളിലുള്ളത് എന്താണെന്ന് വെച്ചാൽ അത് പ്രസരിച്ച് നമ്മളുടെ ഉള്ളിലേക്ക് ഇങ്ങനെ പകർന്നിറങ്ങുമായിരുന്നു. പിന്നെ മറ്റൊന്നുള്ളത് എൻ്റെ അനുഭവമാണ് ഞാൻ പറയുന്നത്. തിരക്കഥ നോക്കിയിട്ടല്ല ഭരതൻ പലപ്പോഴും ഷോർട്ട് ഡിവൈഡ് ചെയ്യുന്നത്. തിരക്കഥ ഭരതൻ എപ്പോഴും എന്നോട് പറയാറുള്ളത്, ഞാൻ എപ്പോഴും എല്ലായിടത്തും കോട്ട് ചെയ്തിട്ടുള്ളൊരു കാര്യമാണ്, തിരക്കഥ എനിക്ക് എഴുതി കിട്ടുന്നത് എൻ്റെ മനസ്സിലാണെന്ന് പറയുന്നത്. കടലാസിൽ എഴുതുന്നത് അസിസ്റ്റന്റ് ഡയറക്ടേഴ്സിന് ബാക്കിയുള്ളവർക്കും ഒന്ന് ഓർമ്മിപ്പിക്കാൻ വേണ്ടിയുള്ള ഒരു ഓർമ്മക്കുറിപ്പ് മാത്രമാണ്. ലൊക്കേഷനിലേക്ക് വന്നിറങ്ങുമ്പോൾ ആദ്യത്തെ ഷോട്ട് പുള്ളി പറയുന്നത് സീൻ വായിച്ചിട്ടല്ല, ആ സീൻ എന്താണെന്നുള്ള മനസ്സിൽ വന്ന പുള്ളിയുടെ മനസ്സിൽ അതിൻ്റെ ഹോൾ വിഷ്വൽസ് എഡിറ്റഡ് ഫോമാറ്റിലുണ്ട്. എന്നിട്ട് അതിൽ നിന്ന് പുള്ളിക്ക് നമ്മൾ ഈ ബ്രഷ് കൊണ്ട് മറ്റേ പോസ്റ്റർ വരയ്ക്കാനോ ചിത്രം വരയ്ക്കാനോ എവിടെയെങ്കിലും തൊടുന്നു എന്ന് പറഞ്ഞില്ല, അതുപോലെ അതിൻ്റെ ഒരു ഷോട്ട് പുള്ളി പറയാം. ആ ഷോട്ട് ലൈറ്റപ്പ് ചെയ്തെല്ലാം റെഡിയാക്കി ഫിക്സ് ചെയ്തതിന് ശേഷമാണ് പുള്ളി സീൻ എടുത്തിട്ട് അതിൻ്റെ അപ്പുറം ഇപ്പുറമുള്ള ഷോട്ട്സ് വരയ്ക്കുന്നത്. 300 ഷോട്ടുള്ള ഒരു സീനാണെങ്കിൽ പോലും പുള്ളി ആദ്യത്തെ ഷോട്ട് എന്ന് പറയുന്നത് ഇറ്റ് ഒക്കേഴ്സ്, അത് സംഭവിക്കുക. ഇത് തന്നെയാണ് ഇപ്പോൾ ഭാരതരാജ പലപ്പോഴും പറയേണ്ടത്. ആദ്യത്തെ ഷോട്ട് ഏതാണെന്ന് അറിഞ്ഞൂടാ, പക്ഷേ അവിടെ ചെല്ലുമ്പോൾ ആദ്യത്തെ ഷോട്ട് കിട്ടുന്നു എന്ന് പറയും. അപ്പോൾ എനിക്ക് തോന്നുന്നത് ഗ്രേറ്റ് ഫിലിം മേക്കേഴ്സിന് എല്ലാവർക്കും അതൊരു സമാനമായ ഒരു അപ്രോച്ച് ഉണ്ടാകണം എന്നാണ് തോന്നുന്നത്.